ഹായ് ഗായ്സ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റീഫൻ സ്പെൻഡർ എഴുതിയ ദ ട്രൂലി ഗ്രേറ്റ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എഴുത്തുകാരനെ പറ്റിയിട്ട് നോക്കാം. സർ സ്റ്റീഫൻ ഹെറോൾഡ് സ്പെൻഡർ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ജനിക്കുന്നത് ഫെബ്രുവരി 28, 1909 മരണപ്പെടുന്നത് ജൂലൈ 16, 1995. ഇദ്ദേഹം ഇംഗ്ലീഷ് പോയറ്റാണ്, നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ എസ്സേയിസ്റ്റ് കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മെയിനായിട്ടുള്ള തീംസ് സോഷ്യൽ ഇൻജസ്റ്റിസും ദ ക്ലാസ് സ്ട്രഗിൾ, പാവപ്പെട്ട ആൾക്കാരുടെ സ്ട്രഗിളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ പ്രധാനമായിട്ടും അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള തീംസ്. പിന്നെ ഇദ്ദേഹം ഹി വാസ് എ മെമ്പർ ഓഫ് ദ ജനറേഷൻ ഓഫ് ബ്രിട്ടീഷ് പോയറ്റ്സ്. ഇദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി ബ്രിട്ടീഷാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നോക്കാം. 20 poems 1930 പബ്ലിഷ് ചെയ്തേക്കുന്നത്. ദ സ്റ്റിൽ സെൻറ്റർ 1939 പബ്ലിഷ് ചെയ്തു. പിന്നെയുള്ളത് പോയംസ് ഓഫ് ഡെഡിക്കേഷൻ 1947 പബ്ലിഷ് ചെയ്തു. പിന്നെ സെലക്റ്റഡ് പോയംസ് 1965, ദ എക്സ്പ്രസ് 1966. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയാണ്. ഇനി നമുക്ക് ഡ്രാമ നോക്കാം. ദ ട്രയൽ ഓഫ് എ ജഡ്ജ്, ദ ഈഡിപ്പസ് ട്രിലോളജി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്രാമാസാണ്. പിന്നെയുള്ളത് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ബാക്ക്വേർഡ് സൺ, എൻഗേജ്ഡ് ഇൻ റൈറ്റിംഗ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവൽസാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് ക്രിറ്റിസിസം, അതുപോലെ ട്രാവൽ ബുക്സും എസ്സേയ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം. ദ പോം ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് വാട്ട് മേക്ക് എ പേഴ്സൺ ട്രൂലി ഗ്രേറ്റ്. ഈ കവിത ഒരു വ്യക്തിയെ ശരിക്കും മികച്ചതാക്കുന്നത് എന്താണെന്ന് വിവരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. The poem was written in the 1930s during war time. 1930-കളിലെ യുദ്ധകാലത്താണ് ഈ കവിത എഴുതിയത്. However, soldiers are not only people he is referring to. He is essentially referring to anyone who selflessly fights for what they believe in. സൈനികരെ മാത്രമല്ല ഈ കഥയിലെ എഴുത്തുകാരൻ പരാമർശിക്കുന്നത്. അവർ വിശ്വസിക്കുന്നതിന് വേണ്ടി നിസ്വാർത്ഥമായി പോരാടുന്ന ആരെയും അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ദ ട്രൂലി ഗ്രേറ്റ് കൺസിസ്റ്റ് ഓഫ് 3 stanzas. ഈ പോയത്തിൽ 3 സ്റ്റാൻസകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ: ഐ തിങ്ക് കണ്ടിന്യൂസ്ലി ഓഫ് ദോസ് ഹൂ വർ ട്രൂലി ഗ്രേറ്റ്, ഹൂ ഫ്രം ദ വേം റിമെമ്പേർഡ് ദ സോൾസ് ഹിസ്റ്ററി ത്രൂ കോറിഡോർസ് ഓഫ് ലൈറ്റ്, വേർ ദ ഹോവേഴ്സ് ആർ സൺസ്, endless and singing, whose lovely ambition was that their lips, still touched with fire, should tell of the spirit, clothed from head to foot in song, and who hoarded from the spring branches the desires falling across their bodies like blossoms. ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കിയ വ്യക്തികളെക്കുറിച്ചാണ് താൻ പലപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു തുറന്ന പ്രസ്താവനയോടെയാണ് സ്പെൻഡർ തൻ്റെ കവിത ആരംഭിക്കുന്നത്. അദ്ദേഹം ഈ വ്യക്തികളെ ദ ട്രൂലി ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത വരിയിൽ യഥാർത്ഥ മഹത്വമുള്ള മനുഷ്യർക്ക് നൽകപ്പെട്ടതായി താൻ വിശ്വസിക്കുന്ന ഒരു സ്വഭാവത്തെ അദ്ദേഹം കലാപരമായി നിർവചിക്കുന്നു. ജനനത്തിന് മുമ്പ് തന്നെ ഈ മനുഷ്യർ അഭിനിവേശവും സ്നേഹവും നിറഞ്ഞവരായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ അവർ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു. ഇവിടെ ട്രൂലി ഗ്രേറ്റ് പീപ്പിളിനെ ഗർഭപാത്രത്തിലെ ഒരു കുട്ടിയുമായി താരതമ്യപ്പെടുത്തുകയാണ് കവി. ഇവിടെ എൻഡ്ലെസ് സിംഗിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് ആഹ്ലാദിക്കുന്ന കുട്ടിയെ പറയുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രവൃത്തികളിൽ, അതായത് ട്രൂലി ഗ്രേറ്റ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ അവരുടെ പാഷൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിലൂടെ വായനക്കാർക്ക് മനസ്സിലാകുന്നത് അവരുടെ വിശ്വാസങ്ങൾ സ്ഥിരവും ശക്തവുമാണെന്നാണ്. അടുത്ത 2 വരികളിൽ ഒരു കുട്ടിയെപ്പോലെ സ്വപ്നങ്ങളും അതിർവരമ്പുകളില്ലാതെ സ്വപ്നം കാണുവാനുള്ള ട്രൂലി ഗ്രേറ്റ് പീപ്പിളിൻ്റെ കഴിവുമാണ് കവി പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ: വാട്ട് ഈസ് പ്രഷ്യസ് ഈസ് നെവർ ടു ഫോർഗെറ്റ്, ദ എസെൻഷ്യൽ ഡിലൈറ്റ് ഓഫ് ദ ബ്ലഡ് ഡ്രോൺ ഫ്രം ഏജ്ലെസ് സ്പ്രിങ്സ്.
breaking through rocks in worlds before our earth, never to deny its pleasure in the morning simple light, nor its grave evening demand for love, never to allow gradually the traffic to smoother with noise and fog, the flowering of the spirit. In the first paragraph, Spender focused on passion. Here, he focuses on human ideals. ഫസ്റ്റ് സ്റ്റാൻസിയിൽ പാഷനെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റാൻസിയിൽ ഹ്യൂമൻ ഐഡിയൽസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബ്ലഡ് ഡ്രോൺ ഫ്രം സ്പ്രിങ്സ് എന്നതിലൂടെ കവി വായനക്കാർക്ക് പറഞ്ഞു തരുന്നത് ട്രൂലി ഗ്രേറ്റ് പീപ്പിളിൻ്റെ ഹാർഡ് വർക്കാണ്. അവർ അവരുടെ എല്ലാ മഹത്തായ പ്രവൃത്തികളും കഠിനാധ്വാനവും എല്ലാം സന്തോഷത്തോടെയാണ് ചെയ്തത്. അവരുടെ പ്രയത്നം നമ്മുടെ ഭൂമിക്ക് മുൻപിൽ പാറകൾ തകർത്തതായി സ്പെൻഡർ പറയുന്നു. ട്രാഫിക് എന്നാൽ മീനിങ് ഗതാഗതം എന്നാണ്, പക്ഷേ ഇവിടെയുള്ള മീനിങ് ഡിസ്കറേജിങ് എന്നാണ്. ട്രൂലി ഗ്രേറ്റ് പീപ്പിളിന് അവരുടെ ലക്ഷ്യത്തിലെത്തുന്നത് തടസ്സപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. സ്പെൻഡർ ഒരിക്കൽ കൂടി ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ മഹത്തായ വ്യക്തികളുടെ ദർശനത്തെയും ഇച്ഛാശക്തിയെയും സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് സ്റ്റാൻസ, near the snow, near the sun, in the highest fields, see how these names are fetched by the waving grass, and by the streamers of white cloud, and whispers of wind in the listening sky, the names of those who in their lips fought for life, who wore at their hearts the fire's center. Born of the sun, they travelled a short while toward the sun, and left the vivid air signed with their honor. Last stanza is very descriptive and full of imagery. This stanza has one main message, that is, these people will never be forgotten. അതുല്യമായത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് എന്ന് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റാൻസയിലെ ഈ പ്രസ്താവനയുടെ ഒരു വിശദീകരണമാണ് ലാസ്റ്റ് സ്റ്റാൻസ. ട്രൂലി ഗ്രേറ്റ് പീപ്പിളിൻ്റെ പ്രവൃത്തികളെ വളരെ വിലയേറിയതായി അദ്ദേഹം പറയുന്നു. കൂടാതെ ട്രൂലി ഗ്രേറ്റ് പീപ്പിളും വിലയേറിയവർ തന്നെയാണെന്നും കവി പറയുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ഉയർന്ന സ്ഥലങ്ങളും കവി ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. മലമുകളിലെ മഞ്ഞ്, അലയടിക്കുന്ന പുല്ല് നിറഞ്ഞ പുൽമേടുകൾ, മേഘങ്ങൾ, കാറ്റുകൾ എന്നിവയെല്ലാം ട്രൂലി ഗ്രേറ്റ് പീപ്പിളിൻ്റെ പേരുകൾ മന്ത്രിക്കുകയാണ്. ട്രൂലി ഗ്രേറ്റായ പീപ്പിൾ തൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ വെടിഞ്ഞ സൈനികരാണെന്ന് കവി ഈ സ്റ്റാൻസിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്.